ഉച്ചയൂണിന് ശേഷം ചെറുതായൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ തൊടിയിലൊരു തെങ്ങിൻപട്ട വീണ ഒച്ച കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ എഴുന്നേറ്റ് പോയി പട്ടയിൽ നിന്നും ഓല വേർപ്പെടുത്തിയെടുത്ത് ചൂലുണ്ടാക്കാൻ മാറ്റിവെച്ചു. മുറ്റമടിക്കാനുള്ള ചൂല് തേഞ്ഞ് തേഞ്ഞ് ഒരു പരുവായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓലയിൽ നിന്നും ഈർക്കിലുകൾ വേർപ്പെടുത്തി തുടങ്ങി. ഈ ചൂലുണ്ടാക്കൽ പരിപാടി എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാനും അച്ചമ്മയും കൂടിയാണ് ഓല ചീന്തി ചൂലുണ്ടാക്കാറ്. ആ സമയത്ത് അച്ചമ്മ നല്ല നാടൻ പാട്ടുകളൊക്കെ പാടിത്തരൂ കേട്ടോ. എങ്ങനെയാണെന്നറിയോ? ആറ്റിൻ മണം മേലേ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞങ്ങൂറക്കമായി. ആറ്റിൻ മണം മേലേ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞങ്ങൂറക്കമായി. ഇങ്ങനെ ആ കാലം എന്ത് രസമായിരുന്നു അറിയോ? അച്ചമ്മയോടൊപ്പമുള്ള ആ കാലം ഓർത്തെടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥയൊക്കെ പറഞ്ഞു തരും കേട്ടോ. കഥ പറഞ്ഞ് മടുക്കുമ്പോൾ അവസാനം ഒരു പറച്ചിലുണ്ട്. എന്താണെന്നറിയോ? കഥ കസ്തൂരി കാക്കാത്തോട്ടിലെ മീനിന് മുള്ളില്ല. അതെന്താണ് സംഭവം എന്ന് എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ പറയാൻ ആവശ്യപ്പെടരുതെന്ന്. കാവിലെ ദൈവങ്ങൾ കോപിക്കും അത്രേ. ആർക്കറിയാം. എന്തായാലും ഞാൻ ചൂലുണ്ടാക്കി, അതുകൊണ്ട് മുറ്റം അടിക്കുകയും ചെയ്തു. വിരോധമില്ല വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.